ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നപ്പോൾ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. കാർഡ് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. നൈറ്റ് തോട്ട്സ് ആണ് നോക്കുന്നത്. കുറച്ച് പേരായി പറയുന്നു നൈറ്റ് തോട്ട്സ് നോക്കാനായിട്ട്, അതുകൊണ്ടാണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകൾ, നിങ്ങളുടെ എനർജിയും നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജി റിവേഴ്സ് ആണ്. സെവൻ ഓഫ് കപ്സ്, നയൻ ഓഫ് വാൻസ്, ത്രീ ഓഫ് പെന്തക്കിൾ, ടെൻ ഓഫ് സോർഡ്സ്, സ്റ്റാർ, ഫോർ ഓഫ് സ്വാർഡ്സ്, നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ കാർഡ് കണ്ടോ, ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജി എന്താണ് പറയുന്നത് നോക്കാം. നിങ്ങളുടെ എനർജിയാണ്, വളരെ ബോൾഡായിട്ടുള്ള നിങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. മറ്റുള്ളവരെ സഹായിക്കുന്ന നിങ്ങളെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന, നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യുന്ന എനർജി ആയിട്ട് തന്നെയാണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ റിസ്ക് എടുക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളോട് മറ്റുള്ളവർക്ക് ജലസിയാണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് അസൂയപ്പെടുന്നുണ്ട്. സത്യസന്ധമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ, ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നല്ല നിങ്ങളിപ്പോൾ കരുതുന്നത്. ഇവിടെ മറ്റുള്ളവരുടെ ചിന്തകൾക്ക് പ്രസക്തിയില്ല. സെൽഫ് കോൺഫിഡൻസ് ആണ് ഇവിടെ കാർഡ് മെയിൻ ചെയ്യുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം പ്രതിസന്ധികളുണ്ട്, മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കും, മറ്റുള്ളവർക്ക് അസൂയ തോന്നും, എല്ലാം നിങ്ങൾക്കറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ യൂണിവേഴ്സിൽ മാത്രമാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. സെവൻ ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്നാണ്. നിങ്ങളുടെ പേഴ്സന്റെ ജീവിതത്തിലെ കാര്യമാണ് പറയുന്നത്. ഇവിടെ അവർക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ചോയ്സ് ഉണ്ടായിരുന്നു എന്നാണ്. ഇന്ന് അവരാഗ്രഹിക്കുന്നത് നിങ്ങളെ കാണുവാനാണ്. തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അവർ എടുത്ത തീരുമാനം തെറ്റായി പോയോ എന്നവർ ചിന്തിക്കുകയാണ്. നിങ്ങളിൽ നിന്നും ഓൺ ചെയ്ത് പോയിട്ടുള്ളത് ഇവിടെ അവർക്കൊരു തെറ്റായ തീരുമാനമായിട്ട് ഫീൽ ചെയ്യുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ബെറ്റർ ഫ്യൂച്ചറാണ് അവർ ആഗ്രഹിക്കുന്നത്, പദ്ധതിയുണ്ടായിട്ട് കാണിക്കുന്നത്. അവരെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ എനർജിയെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒരു സാഹചര്യത്തിനായിട്ട്, നിങ്ങളെ കാണുവാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ്. ആദ്യമൊക്കെ നിങ്ങളുടെ ഒരു ഓപ്ഷൻ ആയിരുന്നു, പിന്നീടാണ് മാറ്റം സംഭവിച്ചതെന്ന് കാർഡ് മീൻ ചെയ്യാണ്. അവരുടെ ചിന്തകൾ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നയൻ ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഹെവി ബേർഡൻസിനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. അവരിലെ ഡിഫൻസിനെ കാണിക്കുന്നു. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവരെടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഫൈനൽ പുഷായിട്ട് ഇവിടെ കാണിക്കുകയാണ്. ഇന്ന് മോട്ടിവേഷൻ അവരിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് ആണ് കാണിക്കുന്നത്. ഹെവി ബേർഡൻസിനെയാണ് കാണിക്കുന്നത്. അവർ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ട്.
എങ്കിൽ കൂടിയും അവരുടെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചാണ്. അവർ എടുത്തിരിക്കുന്ന ആ ഒരു വാണ്ടെന്ന് പറയുന്നത് നിങ്ങളാണ്. പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓൾഡ് സ്റ്റോറീസ് ആണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. നിങ്ങൾ എന്ന വ്യക്തിയെ ഹോൾഡ് ചെയ്യാണ്. അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ ചിന്തിക്കുകയാണ് അവർ ട്രാപ്ഡ് ആണെന്ന്. നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ ഒരു നിമിഷം മുതൽ അവർ അകപ്പെട്ടു എന്നാണ് പറയുന്നത്. ട്രാപ്പിൽ അകപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇവിടെ ബൗണ്ടറീസ് വന്നുപോയി എന്നാണ് പറയുന്നത്. ഓൾഡ് സ്റ്റോറിയിൽ നിങ്ങളുമായിട്ടുള്ള വാക്കു തർക്കങ്ങളെ കാണിക്കുന്നുണ്ട്, ബാറ്റിൽസിനെ കാണിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങളെ കാണിക്കുന്നുണ്ട്. ഇവിടെ അവർ ചിന്തിക്കുന്നത് അവരാണ് തെറ്റ് ചെയ്തതെന്നാണ്. അവരുടെ പ്രവൃത്തിയാണ് ഇന്ന് നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷന് കാരണമെന്ന് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ് ഇവിടെ സ്റ്റോറി ആയിട്ട് കാണിക്കുന്നത്. ഫിഫ്ത്ത് പെന്റക്കിൾഡ് എനർജി, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. അവർ ചെയ്ത തെറ്റ് അവര് തിരുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾ തന്നെയാണ്. അവരോട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇവർ തുറന്നു പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ ഇത് നിങ്ങളും അവർ സെപ്പറേഷനിൽ നോ കോണ്ടാക്ട് ആയ അതുവരെയുള്ള കാര്യങ്ങൾ അവർ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവരിൽ നിന്നുള്ളൊരു ടീച്ചിങ്ങും ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരുവാനാണ്. ഇവിടെ മാനിഫെസ്റ്റ് ടുഗദർ എന്നാണ്. നിങ്ങളും അവരും ഒരുപോലെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നു. അപ്പോൾ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് ഇവിടെ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് പറയുന്നത്. പെയിൻഫുൾ എൻഡിങ് എന്നാണ് 10 ഓഫ് സോർട്സ് പറയുന്നത്. നിങ്ങളുടെ വേദനകൾ എൻഡ് ആവുകയാണ്. ഇവിടെ ഓപ്പോസിറ്റ് തന്നെയാണ് കാണിക്കുന്നത്. ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. ഡീപ്പ് ഹീലിംഗ് തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. അവര് ഒരു ഹോപ്പ് വയ്ക്കുന്നുണ്ട്. നിങ്ങളും അവരും കാണുവാനും സംസാരിക്കുവാനും അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ അവരോട് ദേഷ്യവൈരാഗ്യം ഉണ്ടെങ്കിൽ അറിയാലോ, കുറേ ആയിട്ട് നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവാം. അവരായിരിക്കാം നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള വേദനകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. എവറിഡേ ഹീലിംഗ് എന്ന് ഹീലിംഗ് സംഭവിക്കണം. എങ്കിൽ മാത്രമേ അവിടെ തിരിച്ചറിവ് വരുള്ളൂ. സെൽഫ് ലവ് ചെയ്താൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചറിവ് തന്നെയാണ് സംഭവിക്കുക. സെൽഫ് ലവ് ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളെ തന്നെ സ്നേഹിക്കുക. അല്ലേ? ആദ്യം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. എങ്കിലേ നമുക്ക് ചുറ്റുമുള്ളവര് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയുള്ളൂ. നമ്മളോട് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. ഇവിടെ സ്റ്റാറിന്റെ എനർജി വന്നിട്ടുണ്ട്. വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ സ്റ്റാർ പറയുന്നത്. അവരുടെ എക്സ്പെക്ടേഷനെയാണ് കാണിക്കുന്നത്. അവര് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വിഷസ് ഗ്രാൻഡ് എന്നാണ് പറയുന്നത്. നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള ആ ഒരു സന്ദർഭത്തിനായിട്ട് അവസരത്തിനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു. അവർ ഓപ്പോസിറ്റ് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ റൈറ്റ് പാത്താണെന്ന് പറയുന്നു. അവരുടെ തീരുമാനം എന്ന് പറയുന്നത് ശരിയായ ദിശയിൽ തന്നെയാണ്. നിങ്ങൾ അത്രയേറെ അവരെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അവർ ഹോപ്പ് വയ്ക്കുന്നുണ്ട്. ഇൻസ്പിറേഷൻ അഗെയിൻ എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹം എന്തെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരാണ് തെറ്റ് ചെയ്തതെന്ന് അവർ തിരിച്ചറിയുന്നു. അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ബന്ധത്തിൽ മിറാക്കിൾ സംഭവിക്കാനാണ്. ഈ ഒരു സെപ്പറേഷൻ മാറിക്കൊണ്ട് നിങ്ങളും അവരും ഒന്നാവാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നു. അവരുടെ എനർജി ഇവിടെ പറയുന്നത് 4 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. ഡീപ്പ് റെസ്റ്റിന്റെ ആവശ്യകതയാണ് ഇവിടെ പറയുന്നത്. അവരുടെ ബിസി ലൈഫിൽ നിന്നും അവർക്ക് താൽക്കാലികമായിട്ട് മാറി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു ഷേഡോ കാണിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ് ഇവിടെ ഷേഡോ ആയിട്ട് കാണിക്കുന്നത്. മാത്രമല്ല ഒരു ഹോളിഡേ അവർ ആഗ്രഹിക്കുന്നു. മാത്രമല്ല ഒരു ഹോളിഡേ അവർ ആഗ്രഹിക്കുന്നു. സെൽഫ് ലവ് ചെയ്യാണ്. കാരണം നിങ്ങളുടെ സ്നേഹം അവരിലേക്ക് തിരിച്ചെത്തണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. സെൽഫ് ലവ് ചെയ്താൽ മാത്രമേ ഇവിടെ നിങ്ങളുടെ സ്നേഹം അവരിലേക്ക് എത്തുള്ളൂ. നിങ്ങൾക്ക് അവരോടൊരു ഇഷ്ടം തോന്നുള്ളൂ. ഏതെങ്കിലും രീതിയിൽ ഒരു സ്റ്റക്ക് എനർജി ഉണ്ടെങ്കിൽ അത് മാറുക എന്നാണ് പറയുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി റിവേഴ്സ് ആണ് മുന്നേ വന്നിട്ടുള്ളത്. മിസ്സിംഗ് ദി സൈൻ എന്നാണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. ഇന്ന് അവർ അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവരുടെ ഹേർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാണ്. കാരണം ആ ഹേർട്ടിനുള്ളിൽ നിങ്ങളാണ്. അവരുടെ സ്നേഹം എന്ന് പറയുന്നത് അവർ ഓപ്പൺ ചെയ്യുന്നില്ല. അവർ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ഒരു പ്രോഗ്രസ്സിൽ ജലസുള്ള വ്യക്തികൾ ഉണ്ടെന്ന് പറയുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക്, നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികൾക്ക് ജലസായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതാണ് റിവേഴ്സ് കാർഡ് പറയുന്നത്. അത് തന്നെയാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷൻസിന് ഒരു ബ്ലോക്ക് വരുത്തുന്നത്. കാരണം എല്ലാ രീതിയിലും നിങ്ങൾ സന്തോഷിക്കപ്പെടുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് വ്യക്തികൾക്ക്
അത്രയേറെ രസമായിരിക്കില്ല. അവർക്ക് നല്ല രീതിയിലുള്ള ഡിസപ്പോയിൻമെന്റ് ആണ് കാണിക്കുന്നത് നിങ്ങളുടെ പ്രോഗ്രസ് കാണുമ്പോഴേ. അപ്പോൾ അത് തന്നെയാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഡിലേ കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഇവിടെ ഡിലേ എന്ന് പറയുന്നത് മറ്റുള്ള വ്യക്തികളുടെ എനർജി തന്നെയാണ്. അവരാണ് ഇവിടെ നിങ്ങൾക്കെതിരെയായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പ്രോഗ്രസിന് തടസ്സമായിട്ട് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ എന്താ നമ്മൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടൈം കാർഡാണ് നോക്കുന്നത്. ഓൺ എനി ഫ്രൈഡേ എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. കുറേ ആയി നമ്മൾ ടൈം കാർഡ് നോക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും കാണുവാനും സംസാരിക്കുവാനും നിങ്ങളിലേക്കുള്ള ഒരു അവസരത്തെ യൂണിവേഴ്സ് കാണിച്ചു തരാണ്, ഹോപ്പിനെ കാണിച്ചു തരാണ്. എനി ഫ്രൈഡേ ആഫ്റ്റർ 2 weeks. സെക്കൻഡ് കാർഡാണ്. ആഫ്റ്റർ 2 weeks. On date 1/10/1928 of this or next month take father's help. പിതാവിൽ നിന്നുള്ളൊരു അനുഗ്രഹം അല്ലെങ്കിൽ ഹെൽപ്പാണ് ഈ ഡേറ്റുകളിൽ കാണിക്കുന്നത്. നല്ലതുപോലെ പ്രാർത്ഥിക്കാം. ഈ ഡേറ്റുകൾ ഓർത്തു വെക്കുക. On 9/18/27 of this or next take your brother or brother like person help. അപ്പോൾ നിങ്ങളുടെ ബ്രദറിനെ പോലെയുള്ള വ്യക്തി അല്ലെങ്കിൽ ബ്രദർ ഈ ഡേറ്റിൽ നിങ്ങളെ സഹായിക്കുന്നു എന്നാണ്. നിങ്ങളുടെ പേഴ്സണായിട്ട് കാണുവാനായിട്ടുള്ള അവസരം അവരായിട്ട് ഒരുക്കുന്നു എന്നാണ്. അപ്പോൾ 4 കാർഡാണ് എടുത്തിട്ടുള്ളത്, ടൈം കാർഡായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേത് കാർഡാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം, ഇല്ല വെച്ച് കഴിഞ്ഞാൽ വിട്ടുകളയാം കേട്ടോ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നൈറ്റ് തോട്ട്സ് എന്ന് പറയുന്നത് അത്രമേൽ ആഗ്രഹമാണ് കാണിക്കുന്നത്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് തിരിച്ചറിവ് വന്നിട്ടുണ്ട്. നിങ്ങളെ കാണുവാനായിട്ടുള്ള അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ തടസ്സം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന വ്യക്തികളുടെ ആ ഒരു പ്രെയറാണ്. അവരാണ് നിങ്ങളും അവരും ചേരുവാനായിട്ടുള്ള അവസരത്തിന് ബ്ലോക്കായി നിൽക്കുന്നത്, നെഗറ്റീവ് എനർജി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യൂണിവേഴ്സിൽ നെഗറ്റീവ് എനർജീസ് എന്നിൽ നിന്നും റിമൂവ് ആയി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? എനിക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് വ്യക്തികൾ, നെഗറ്റീവ് എനർജീസ് എന്നിൽ നിന്നും റിമൂവ് ആയി പോകട്ടെ. ക്യാൻസൽ 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 എന്ന് പ്രാർത്ഥിക്കുക. ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റ് ആയുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.